എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ എന്നും ക്ലാസ് ചെയ്യാൻ തോന്നുവാണ് നിങ്ങളുടെയൊക്കെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ. അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് MS വേർഡിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് MS വേർഡിനകത്ത് സൂപ്പർ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും പഠിക്കാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല, എളുപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ആ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പം വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ എന്താണ് സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് MS വേർഡിലെ. അതുപോലെ തന്നെ എളുപ്പമുള്ള കാര്യമാണ് പഠിക്കാന്, പ്രയാസമൊന്നുമില്ല. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടപ്പം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു MS വേർഡ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ. കാരണം നമ്മൾ എല്ലാ ദിവസവും കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് പഠിച്ചു പോയിക്കോളും. നമ്മൾ അത് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പ് പറയുന്നത്. നമ്മൾ കേൾക്കുന്ന അത്രത്തോളം നമ്മളത് പഠിച്ചു പോയിക്കോളും. നമ്മൾ പഠിക്കാനായിട്ട് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പം MS വേർഡ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം. അതായത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാല്, ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് ഈ ഒരു കാണുന്ന സ്ക്രീനാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓൺ ആയി വരുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോക്കുവാണെങ്കിൽ MS വേർഡിന്റെ ഒരു പ്രോഗ്രാം കാണാൻ പറ്റും. അപ്പൊ ഇനി അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിലോട്ട് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് അതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ MS വേർഡിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പം ഈ ഒരു പേജ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് പുതിയൊരു ഡോക്യുമെന്റ് ആണ്. അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള പുതിയൊരു ഡോക്യുമെന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് മൗസ് ഇങ്ങനെ അതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പുതിയതായിട്ടൊരു ബ്ലാങ്ക് ആയിട്ടൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. ടോപ്പിക്ക് പറഞ്ഞത് സൂപ്പർ സ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് എന്നാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു MS വേർഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആദ്യം കിടക്കുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്, അതിനുശേഷമാണ് സൂപ്പർ സ്ക്രിപ്റ്റ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആദ്യം പറയാമെന്ന് വിചാരിച്ചത്. അപ്പൊ ആദ്യമേ നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ MS വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ, അതായത് ഈ ഹോം ടാബിൽ തന്നെ, ഹോം ടാബ് എന്ന് പറഞ്ഞാൽ ഫയലിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളാണ് ഹോം എന്ന് പറയുന്ന ടാബ്. അപ്പൊ ആ ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഹോം എന്ന് പറയുന്ന ഈ ഒരു ടാബിലോട്ട്, അതായത് HOME ഹോം. അപ്പൊ ഈ ഏതെങ്കിലും ഒരു ആൽഫബറ്റിന്റെ അവിടെ വെച്ചാൽ മതി മൗസ് കൊണ്ട്. അതായത് ഒന്നെങ്കിൽ H അല്ലെങ്കിൽ O അല്ലെങ്കിൽ M അല്ലെങ്കിൽ E. അപ്പൊ ഇതില് എവിടെങ്കിലും ഏതെങ്കിലും ആൽഫബറ്റിന്റെ അടുത്ത് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹോം ടാബ് ഓപ്പൺ ആയി വരും. ഇനിയിപ്പോ ഹോം ടാബിന്റെ താഴോട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് ക്ലിപ്പ് ബോർഡ്, അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് ഫോണ്ട്, മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് പാരഗ്രാഫ്, ആൻഡ് ദ ഫൈനൽ സ്റ്റൈൽസ്, ലാസ്റ്റ് വൺ എഡിറ്റിംഗ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ഗ്രൂപ്പിനും പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റും അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റും ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഒളിഞ്ഞിരിക്കുന്നത് ഈ ഹോം ടാബിലെ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അതായത് ഫോണ്ട് എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. ക്ലിപ്പ് ബോർഡ് കഴിഞ്ഞ് അടുത്ത ഗ്രൂപ്പ്. അപ്പൊ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഇച്ചിരി വലിയതാണ്.
നമുക്ക് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഒരു ഫോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഫോണ്ട് സ്റ്റൈൽ മാറ്റാന്, ഫോണ്ട് സൈസ് മാറ്റാന്, പിന്നെ കുറച്ചധികം കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഫോണ്ട് ഗ്രൂപ്പിൽ നോക്കുവാണെങ്കിൽ ഒരു എക്സിന്റെ തൊട്ട് താഴെ ഒരു 2, അതായത് X2 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കറിയത്തില്ല ഈ X2 എന്ന് കണ്ടപ്പം അതെന്താന്ന് നമുക്ക് ഒരു ധാരണയില്ല. അപ്പൊ നമുക്ക് അറിയത്തില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതെന്താണ് എന്നുള്ള പേര് അവിടെ കാണിച്ചു തരും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ X2 എന്നുള്ളതിലോട്ട് ചുമ്മാ മൗസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. നമ്മൾ മൗസ് അവിടോട്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും, സബ്സ്ക്രിപ്റ്റ്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ എക്സിന്റെ മുകളിലാണ് 2 നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് X² അല്ലെങ്കിൽ Y² അല്ലെങ്കിൽ X³ എന്നൊക്കെ പറയുന്ന പോലെ എക്സിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൽഫബറ്റിന്റെ മുകളിലാണ് നമുക്ക് ഡിജിറ്റ്സ് കാണാൻ പറ്റുന്നത്, അതായത് X2. അപ്പൊ അതിലോട്ട് മൗസ് കൊണ്ട് വെച്ചപ്പോൾ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിച്ചു, എന്താണ്, സൂപ്പർ സ്ക്രിപ്റ്റ്. അപ്പൊ ഈ രണ്ടാളുകളാണ് നമുക്ക് ആവശ്യമുള്ള സബ്സ്ക്രിപ്റ്റും അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റും. അപ്പൊ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, അതായത് നമ്പർ എന്ന് പറഞ്ഞാല് ആ ഒരു ആൽഫബറ്റിന്റെ താഴെയായിരിക്കും. അതാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല്, അതായത് നമ്പർ എന്ന് പറഞ്ഞാല് ആൽഫബറ്റിന്റെ മുകളിലായിരിക്കും. അപ്പൊ ഇതാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതും സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതും. അപ്പൊ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണം നമ്പർ താഴെയാണ്, അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണം നമ്പർ മുകളിലാണ്. ഇനിയിപ്പോ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. ഇപ്പൊ ഈ നമ്മൾ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ഈ ഓരോ ടൂളിലും ഇപ്പൊ ബി എന്താന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ പേര് അറിയണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ബിയിലോട്ട് മൗസ് കൊണ്ടുവച്ചാൽ മതി, അതിന്റെ പേര് ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ അതുപോലെ ഇതിനകത്തുള്ള ഇപ്പൊ ഏതൊരു കാര്യം ആയിക്കോട്ടെ നമുക്ക് പേരറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് കാണിച്ചു തരും. അപ്പൊ നമുക്ക് ഈസിലി നമുക്ക് ഏത് ടൂള് വേണമെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം എന്താണ് സബ്സ്ക്രിപ്റ്റ് എന്ന്. അപ്പൊ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് എന്താണ് കെമിക്കൽ ഫോർമുലാസ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ അതിന്റെ എലമെന്റ്സിന്റെ നമ്പേഴ്സ് ഒക്കെ നമ്മൾ എഴുതും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H2O, ഇങ്ങനെയല്ല നമ്മൾ H2O കെമിക്കൽ ഫോർമുലയിൽ എഴുതും. അപ്പൊ നമുക്ക് H2 എന്ന് സബ്സ്ക്രിപ്റ്റിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് H2O എന്നാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം H ടൈപ്പ് ചെയ്യുക, അതിനുശേഷം 2, അതായത് നമ്പർ, നമുക്ക് ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് കാണാൻ പറ്റും കീബോർഡിൽ, അതിൽ നിന്നും 2 എന്ന് പറയുന്ന നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പൊ സിമ്പിൾ ആണ്, ആദ്യം H ടൈപ്പ് ചെയ്യുക, അതിനുശേഷം 2. ഇനിയാണ് നമ്മൾ ഈ 2നെ സബ്സ്ക്രിപ്റ്റിലോട്ട് മാറ്റാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് വെച്ചാല് നമ്മൾ നേരെ പോയി സബ്സ്ക്രിപ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ 2 എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് ആകത്തില്ല. അപ്പൊ അത് നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം, ഇതിനെയാണ് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മള് ഇതിനെ എന്നുള്ളത് അല്ലെങ്കിൽ ഈ നമ്പറിനെ എന്നുള്ളത് നമ്മൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം സിസ്റ്റം എന്ന് പറഞ്ഞ മെഷീനാണ്, അതിന് സ്വയമേ ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആക്കി മാറ്റണം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മളിപ്പം H2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കർസർ 2ന്റെ അപ്പുറത്താണ് ഇരിക്കുന്നത്. കർസർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, അതായത് ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് കർസർ എന്ന് പറഞ്ഞാൽ മൗസ് ഇപ്പൊ ഇരിക്കുന്നത് ഇവിടാണ്, ഈ 2ന്റെ അപ്പുറത്താണ് മൗസ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യം ഇനി ടൈപ്പ് ചെയ്താലും ഈ 2ന്റെ അപ്പുറത്തോട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ആവശ്യം അതല്ല, ഈ 2നെ സെലക്ട് ചെയ്യുകയാണ്. അതായത് മൗസ് അവിടെ ഇരുന്നോട്ടെ, ഇനി ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക എന്ന് പറയും.
അതായത് ടുവിന്റെ അപ്പുറത്താണ് മൗസ് ഇരിക്കുന്നത്. അപ്പൊ മൗസ് ഇങ്ങനെ അവിടോട്ട് തന്നെ വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ പുറകോട്ട് നീക്കുക. അപ്പം കൈ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. ഇത് സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, അതായത് ഈ 2 എന്നുള്ളത് സെലക്ട് ആയി കഴിയുമ്പോൾ അതിനൊരു ബ്ലൂ കളറിൽ സെലക്ട് ആയി നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വൈറ്റ് കളറാണ്. അപ്പൊ എനിക്ക് കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ സെലക്ട് ആവുന്നത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു 2 എന്ന് പറയുന്നത് സെലക്ട് ആയി. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ എക്സിന്റെ താഴെ 2, അതായത് x2 എന്ന് പറഞ്ഞ ഒരു ടൂൾ നമുക്ക് കാണാൻ പറ്റും. അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു. അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞ ഉടനെ H2, അതായത് 2 എന്നുള്ളത് താഴെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് O ആണ് വേണ്ടത്, അതായത് H2O. അപ്പൊ നമ്മൾ O ടൈപ്പ് ചെയ്തപ്പോൾ അതും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളത് സബ്സ്ക്രിപ്റ്റ് ആണ് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ O ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈ സബ്സ്ക്രിപ്റ്റ് എന്നുള്ള X2 മൗസ് കൊണ്ടുവച്ച് അതിപ്പോ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഓഫ് ആക്കി കളയുക. അതായത് ഒന്നും കൂടെ മൗസ് അതിലോട്ട് വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ O ടൈപ്പ് ചെയ്യുക. ഇപ്പൊ എന്തായി? O നോർമലായിട്ട് വന്നു, H2O. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സബ്സ്ക്രിപ്റ്റ് ആക്റ്റീവ് ആകും, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സബ്സ്ക്രിപ്റ്റ് ഓഫായി പോവും. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. നമുക്കിപ്പം H2SO4 അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ H2SO4 അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട വരുമ്പോൾ നമുക്കറിയാം ഈ 2 ഒക്കെ എവിടെയാണ് വരേണ്ടത്? താഴെയാണ് വരേണ്ടത്. H2SO4 അതായത് നമുക്കറിയാം 2 താഴെ വരണം, 4ഉം താഴെ വരണം. അപ്പൊ അതെങ്ങനെയാണ്? 2 സെലക്ട് ചെയ്യുക, X2, 4 സെലക്ട് ചെയ്യുക, X2. ഒന്നെങ്കിൽ നമുക്കിത് മൊത്തം ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ നമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ, അതായത് H2 എന്നുള്ളത് H2 ടൈപ്പ് ചെയ്തിട്ട് 2നെ സബ്സ്ക്രിപ്റ്റ് ആക്കാം. അല്ലെങ്കിൽ SO4 ടൈപ്പ് ചെയ്തതിനു ശേഷം 4നെ സബ്സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്കതിനെ സബ്സ്ക്രിപ്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് H2 എന്ന് ടൈപ്പ് ചെയ്തു. 2നെ സബ്സ്ക്രിപ്റ്റ് ആക്കണമെങ്കിൽ 2 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബില് ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പില് X2 എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അതിന്റെ പേരാണ് സബ്സ്ക്രിപ്റ്റ്. അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആക്കുന്നത്. ഇനിയിപ്പം നമുക്ക് സബ്സ്ക്രിപ്റ്റ് മനസ്സിലായവർക്ക് തീർച്ചയായിട്ടും തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? നമുക്കിപ്പോ A² + B² എന്ന് ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ A² എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണം. അതായത് നമ്പർ വരുന്നത് ആൽഫബറ്റിന്റെ മുകളിലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ ആണ്. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പൊ 2 എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടി X2, അതായത് എക്സിന്റെ താഴെയാണ് 2 ഉള്ളതെങ്കിൽ അത് സബ്സ്ക്രിപ്റ്റ് ആണ്. അതിന്റെ തൊട്ടപ്പുറത്ത് എക്സിന്റെ മുകളിൽ 2 ഉണ്ട്, അതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൽഫബറ്റിന്റെ മുകളിൽ നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് E = MC² എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പം നമുക്കറിയാമല്ലോ 2 വരുന്നത് മുകളിലാണ്. അപ്പൊ ഈ 2 മുകളിലാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 2 എന്നുള്ളത് സെലക്ട് ചെയ്യുക, അതിനുശേഷം സൂപ്പർ സ്ക്രിപ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്പർ മുകളിൽ വരും. അപ്പം സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ഏറ്റവും എളുപ്പമുള്ള ഒരു കൺസെപ്റ്റ് ആണ്, പ്രയാസമൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നിർത്താം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന്
ടൈപ്പ് ചെയ്തു. ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്തത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോ ഇതിനകത്ത് ഇതിന്റെ സൈസ് ഒന്ന് കുറച്ചുകൂടെ കൂട്ടി ഇതിന് മറ്റൊരു കളർ കൊടുത്തു. ഇതിനെ ഞാൻ ബോൾഡ് ആക്കി, ഇറ്റാലിക്സ് ആക്കി, അണ്ടർലൈൻ ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചേഞ്ചസ് വരുത്തി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് എല്ലാവരുടെയും മൈൻഡിലുണ്ടല്ലോ, നമ്മൾ ഒരു കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ടില്ല. അതായത് കളർ കൊടുത്തിട്ടില്ല, ബോൾഡ് ആക്കിയിട്ടില്ല, അണ്ടർലൈൻ ചെയ്തിട്ടില്ല, ഇറ്റാലിക്സ് ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തിയതാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നി നമ്മൾ പഴയ സ്റ്റേജിലോട്ട്, അതായത് നമ്മൾ ചെയ്തപ്പോ ഇത് എങ്ങനെയാണോ ഇരുന്നത് ആ ആദ്യത്തെ സ്റ്റേജിലോട്ട് നമുക്ക് പോകണമെന്ന്. അപ്പൊ അങ്ങനെ തോന്നിയാൽ നമുക്ക് എളുപ്പം തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമ്മളുടെ ആ പഴയ സ്റ്റേജിലോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഈ ഫോണ്ട് ഗ്രൂപ്പിൽ തന്നെയാണ്. നമുക്ക് ഈ ഏറ്റവും മുകളില് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു എ കാണാം. അപ്പൊ അതിലോട്ട് ഇങ്ങനെ മൗസ് വെച്ചപ്പം അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിച്ചു, ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു, നമ്മൾ നേരത്തെ ഇത് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു, പക്ഷെ വലിപ്പം എല്ലാം കുറഞ്ഞ് കുറച്ച് സ്മോൾ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റി. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത കളറും ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും അതിന്റെ വലിപ്പം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഹായ് ഡിയർ എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ബോൾഡ് ആക്കി, ഇറ്റാലിക്സ് ആക്കി, അണ്ടർലൈൻ ചെയ്തു, അതിന്റെ വലുപ്പം കൂട്ടി, അതിന്റെ കളറ് ചേഞ്ച് ചെയ്തു. അപ്പൊ ഇത്രയും ചേഞ്ചസ് നമ്മൾ ഇതിനകത്ത് വരുത്തി. അപ്പൊ ഈ ചേഞ്ചസ് എല്ലാം വരുത്തിയതിനു ശേഷം നമുക്ക് തോന്നി ഇതൊന്നും വേണ്ടായിരുന്നു, ഇത് പഴയത് എങ്ങനാണോ ഇരുന്നേ അതുപോലെ തന്നെ ഇരുന്നാൽ മതി എന്ന് തോന്നി. അപ്പൊ ആ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ എളുപ്പമാണ്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഫോർമാറ്റിങ്ങും നമ്മൾ ക്ലിയർ ചെയ്ത് അത് പഴയത് എങ്ങനാണോ ഇരുന്നേ ആ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് പോയി ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസ് എവിടെയാണോ ഇരുന്നത് അവിടെ മാത്രമേ ചേഞ്ചസ് വരത്തുള്ളൂ. അതായത് ഈ ഒരു ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന് മൊത്തത്തിൽ വേണമെങ്കിൽ നമ്മൾ ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം, അതിനുശേഷം ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട സൂപ്പർസ്ക്രിപ്റ്റും അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റും ക്ലിയർ ഓൾ ഫോർമാറ്റിംഗും ആണ് പഠിച്ചത്. അപ്പൊ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ഒന്ന് ചെയ്തു നോക്കണം. ഈ 3 കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ ഇല്ലയോ എന്നൂടെ പറയണം. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.